ചൈനീസ് പ്രസിഡന്റ് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് അതീവ രഹസ്യമായ കത്തയച്ചു. കത്തിലെ കാര്യങ്ങൾ പ്രകാരം നീങ്ങാൻ തന്റെ വൈസ് പ്രസിഡന്റിനെ ചൈനീസ് പ്രസിഡന്റ് ചുമതലപ്പെടുത്തി. ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന കത്തെന്ന് അമേരിക്കൻ മാധ്യമ ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഭീമൻ ബ്ലൂംബർഗ്. ബ്രേക്കിംഗ് റിപ്പോർട്ടിലേക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഗോള താരിഫ് യുദ്ധം ഒരു പ്രധാന പരിണിത ഫലമായി ഉണ്ടായിട്ടുണ്ട്. ലോകത്തിലെ രണ്ടാമത്തെയും അഞ്ചാമത്തെയും വലിയ രാജ്യങ്ങളായ ഇന്ത്യയും ചൈനയും വ്യാപാര ബന്ധങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൂടുതൽ അടുക്കുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രണ്ട് അയൽ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നതിനാൽ ഈ വികസനം പ്രധാനമാണ്. ഏപ്രിലിൽ ട്രംപ് തന്റെ ലിബറേഷൻ ഡേ താരിഫുകൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സാമ്പത്തിക സഹകരണത്തിനുള്ള സന്നദ്ധത സൂചിപ്പിച്ചുകൊണ്ട് ചൈന ഇന്ത്യയുമായി ബന്ധപ്പെട്ടിരുന്നുവെന്ന് തോന്നുന്നു. മാർച്ചിൽ ട്രംപ് ചൈനയുമായുള്ള വ്യാപാര പിരിമുറുക്കം വർദ്ധിപ്പിച്ചപ്പോൾ ബീജിംഗ് ഇന്ത്യയുമായി വിവേകപൂർണമായ നയതന്ത്ര ആശയവിനിമയം ആരംഭിച്ചതായി ബ്ലൂംബർഗ് റിപ്പോർട്ട് പറയുന്നു. ട്രംപിന്റെ അമിതമായ നയം അമേരിക്കയെ ദുർബലപ്പെടുത്തും. ഇന്ത്യക്കുമേലുള്ള US തീരുവയെ MJ അംബേദ്കർ വിമർശിക്കുകയും ചെയ്തു. ഉഭയകക്ഷി ഇടപെടലുകളുടെ സാധ്യതകൾ പരിശോധിക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് ഒരു കത്തയച്ചു. സാഹചര്യത്തെക്കുറിച്ച് അറിവുള്ള ഒരു ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ബ്ലൂംബർഗിനോട് വ്യക്തമാക്കി. ചൈനീസ് താൽപര്യങ്ങളെ ബാധിച്ചേക്കാവുന്ന സാധ്യതയുള്ള US ഇടപാടുകളെ കുറിച്ച് കത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചതായും ബീജിംഗിന്റെ നയതന്ത്ര സംരംഭകർക്ക് നേതൃത്വം നൽകാൻ ഒരു പ്രാദേശിക ഉദ്യോഗസ്ഥനെ നിയോഗിച്ചതായും തുടർന്ന് ഈ സന്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അറിയിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. ചൈനയുടെ മുതിർന്ന നേതൃത്വവുമായി വിശ്വസനീയവും നേരിട്ടുള്ളതുമായ ആശയവിനിമയം നിലനിർത്തുന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ് നയതന്ത്ര ഇടപെടലുകൾക്ക് നേതൃത്വം നൽകുന്നത്. അതിർത്തി ചർച്ചകൾക്കായുള്ള ഇന്ത്യയുടെ പ്രത്യേക പ്രതിനിധി എന്ന നിലയിൽ ഡോവൽ 2024 ഡിസംബറിലും 2025 ജൂണിലും ചൈനയിലേക്ക് ഔദ്യോഗിക സന്ദർശനങ്ങൾ നടത്തി. ജൂണിൽ ചൈനീസ് ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഗണ്യമായ ശ്രമങ്ങൾ ഇന്ത്യൻ ഭരണകൂടം ആരംഭിച്ചതായും ഇതേ സ്രോതസ് പറയുന്നുണ്ട്. US-മായുള്ള വ്യാപാര ചർച്ചകൾ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതായിരുന്ന സമയത്തായിരുന്നു ഇത്. അതേസമയം മെയ് മാസത്തിലെ ഏറ്റുമുട്ടലിനെ തുടർന്ന് ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ മധ്യസ്ഥത വഹിക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനകളിൽ ന്യൂഡൽഹി ഉദ്യോഗസ്ഥർ നിരാശ പ്രകടിപ്പിച്ചു. ജൂലൈയിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ 5 വർഷത്തിനിടെ ബീജിംഗിൽ വാങ്യുമായി തന്റെ ആദ്യ കൂടിക്കാഴ്ച നടത്തി. നിയന്ത്രണപരമായ വ്യാപാര നടപടികളെയും റോഡ് തടസ്സങ്ങളെയും കുറിച്ചുള്ള ആശങ്കകൾ ജയശങ്കർ അഭിസംബോധന ചെയ്തു. വിതരണ ശൃംഖലകളെ ബാധിച്ച അപൂർവ ഭൂമി കയറ്റുമതിയിൽ ബീജിംഗിന്റെ സമീപകാല പരിമിതികളെ പരോക്ഷമായി എടുത്തു കാണിച്ചു. ഈ ചർച്ചകളിൽ വളങ്ങളുടെയും അപൂർവ ഭൂമി വസ്തുക്കളുടെയും വിതരണം സംബന്ധിച്ച് ചൈന ഉറപ്പു നൽകിയതായി ന്യൂഡൽഹിയിലെ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. തുടർന്ന് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് നിരവധി പോസിറ്റീവ് സംഭവ വികാസങ്ങൾ ഉയർന്നു വന്നു. അടുത്ത മാസം ഉടൻ തന്നെ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ ഇരു രാജ്യങ്ങളും തയ്യാറെടുക്കുകയാണ്. ഇന്ത്യയിലേക്കുള്ള യൂറിയ കയറ്റുമതിക്കുള്ള നിയന്ത്രണങ്ങൾ ചൈന കുറച്ചിട്ടുണ്ട്. അതേസമയം മോദി ഭരണകൂടം ദീർഘകാല സസ്പെൻഷന് ശേഷം ചൈനീസ് പൗരന്മാർക്കുള്ള ടൂറിസ്റ്റ് വിസ സേവനങ്ങൾ പുനഃസ്ഥാപിച്ചു. ഗൗതം അദാനിയുടെ നേതൃത്വത്തിലുള്ള അദാനി ഗ്രൂപ്പ് പുനരുപയോഗ ഊർജ്ജ സംരംഭങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ഇന്ത്യയിൽ ബാറ്ററി ഉൽപാദനത്തിനായി ചൈനീസ് ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ BYD കമ്പനിയുമായി സഹകരിക്കുന്നത് പരിഗണിക്കുന്നുണ്ടെന്ന് ബ്ലൂംബർഗ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. കൂടാതെ നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നതിനിടയിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡും JSW ഗ്രൂപ്പും ചൈനീസ് കമ്പനികളുമായി നിശബ്ദമായി ബിസിനസ് ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഓഗസ്റ്റ് മാസത്തോടെ ഇന്ത്യ ചൈന ബന്ധത്തിൽ പുരോഗതിയുടെ ലക്ഷണങ്ങൾ കാണിച്ചു. ട്രംപിന്റെ തീരുവകൾ മൂലം ബാധിക്കപ്പെട്ട ഇരു രാജ്യങ്ങളും കൊളോണിയൽ കാലഘട്ടത്തിലെ ചരിത്രപരമായ പ്രാദേശിക തർക്കങ്ങൾ പരിഹരിക്കാനുള്ള പ്രതിബദ്ധത ശക്തിപ്പെടുത്തിക്കൊണ്ട് 2020 അതിർത്തി സംഘർഷത്തിനപ്പുറം പുരോഗമിക്കാൻ ഗണ്യമായ നടപടികൾ കൈക്കൊണ്ടു. 7 വർഷത്തിനിടെ മോദിയുടെ ആദ്യ ചൈന സന്ദർശനം ഈ നയതന്ത്ര പുരോഗതിയെ കൂടുതൽ പ്രകടമാക്കുന്നു. ഈ വർഷം മാർച്ചിൽ ഷീ മുർമുവിനുള്ള കത്തെഴുതിയതിനെ തുടർന്ന് ഉഭയകക്ഷി ബന്ധത്തെ പ്രശംസിച്ച് ചൈനീസ് നേതാവിന്റെ ഒരു പ്രസ്താവന ബീജിംഗ് പുറത്തിറക്കി. ചൈനയുടെ വളർന്നുവരുന്ന സ്വാധീനത്തെ ചെറുക്കുന്നതിനായി ഒന്നിലധികം ഭരണകൂടങ്ങളിലൂടെ വികസിപ്പിച്ചെടുത്ത ഇന്ത്യയുമായുള്ള അമേരിക്കയുടെ ശ്രദ്ധാപൂർവ്വം വളർത്തിയെടുത്ത ബന്ധം ഇപ്പോൾ കാര്യമായ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നു. ഇന്ത്യയുടെ റഷ്യൻ എണ്ണവാങ്ങലുകൾ കാരണം ട്രംപ് ഇന്ത്യൻ കയറ്റുമതിയിൽ 50% തീരുവ ഏർപ്പെടുത്തിയതിൽ സ്ഥിതിഗതികൾ നാടകീയമായി മാറി. ഇത് മോദിയുടെ ഭരണകൂടത്തിന് ഗണ്യമായ ദുരിതം സൃഷ്ടിച്ചു. ട്രംപ് തീർച്ചയായും ഒരു മികച്ച സമാധാന നിർമ്മാതാവാണ്. ഡൽഹിയിൽ ബീജിംഗും തമ്മിലുള്ള സൗഹൃദത്തിന് തുടക്കമിട്ടതിന് എല്ലാ ബഹുമതിയും അദ്ദേഹത്തിന് അർഹമാണ്. കാർണഗി എൻഡോവ്മെന്റ് ഫോർ ഇന്റർനാഷണൽ പീസിലെ സീനിയർ ഫെലോയും ന്യൂഡൽഹിയിലെ മുൻ US നയതന്ത്രജ്ഞനുമായ ആഷ്ലി ടെല്ലിസ് വിരോധാഭാസമായി വ്യക്തമാക്കിയതാണ്. ഇന്ത്യയെ ഒരു ശത്രുവായി കണക്കാക്കി അദ്ദേഹം ഒറ്റയ്ക്ക് ഇത് പിൻവലിച്ചു. ടെല്ലിസ് ബ്ലൂംബർഗിനോട് പറഞ്ഞു. സെപ്റ്റംബർ 1 ബീജിംഗിനടുത്തുള്ള ടിയാൻജിനിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിക്കിടെയാണ് മോദിയും ഷിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ നിർബന്ധിത സാമ്പത്തിക നേട്ടങ്ങളെ നിഷേധിക്കാനാവില്ല. പണപ്പെരുപ്പത്തിനിടയിൽ ചൈനീസ് സമ്പദ് വ്യവസ്ഥ മാന്ദ്യത്തെ അഭിമുഖീകരിക്കുന്നു. അതേസമയം ഇലക്ട്രിക് വാഹനങ്ങൾ, സോളാർ പാനലുകൾ തുടങ്ങിയ മേഖലകളിലെ മിക്ക ഉൽപാദനവുമായി മല്ലിടുന്നു. 1.4 ബില്യൺ ജനസംഖ്യയുള്ള പ്രധാനമായും യുവാക്കളുള്ള ഇന്ത്യ ചൈനയ്ക്ക് വിലപ്പെട്ട ഒരു വിപണി അവസരമാണ് നൽകുന്നത്. പ്രത്യേകിച്ചും അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ, മറ്റ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ വർദ്ധിച്ചു വരുന്ന
വ്യാപാര തടസ്സങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ GDP-യുടെ 25% മേഖലയുടെ സംഭാവന ഉയർത്തുക എന്ന മോദിയുടെ ലക്ഷ്യം കൈവരിക്കുന്നതിന് ഉൽപാദനത്തിൽ ചൈനീസ് മൂലധന നിക്ഷേപത്തിന്റെ ആവശ്യകത ഇന്ത്യൻ നയരൂപകർത്താക്കൾക്ക് തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ബ്ലൂംബർഗ് എക്കണോമിക്സിന്റെ അഭിപ്രായത്തിൽ ഗണ്യമായ അമേരിക്കൻ താരിഫുകൾ തുടർന്നാൽ ഇന്ത്യയുടെ US-ലേക്കുള്ള കയറ്റുമതിയുടെ ഏകദേശം 60% നിർത്തലാക്കപ്പെടും. ഇത് ഇടത്തരം കാലയളവിൽ GDP-യിൽ ഏകദേശം 1% കുറവുണ്ടാക്കാനും സാധ്യതയുണ്ട്. ഇരു രാജ്യങ്ങളുടെയും നിയന്ത്രണങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച അഭിലാഷങ്ങളെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. ബ്ലൂംബർഗ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തതുപോലെ ദക്ഷിണേന്ത്യയിലെ ഫോക്സ്കോൺ ടെക്നോളജി ഗ്രൂപ്പിന്റെ ഐഫോൺ സൗകര്യങ്ങളിലെ മിക്ക ചൈനീസ് ജീവനക്കാരോടും രാജ്യം വിടാൻ നിർദ്ദേശിച്ചു. അതേസമയം ബീജിംഗ് അധികൃതർ ഇന്ത്യയിലേക്കുള്ള സാങ്കേതിക കൈമാറ്റങ്ങളും ഉപകരണ കയറ്റുമതിയും നിയന്ത്രിക്കാൻ നിയന്ത്രണ സ്ഥാപനങ്ങളെയും പ്രാദേശിക സർക്കാരുകളെയും പ്രേരിപ്പിച്ചു. ഇരു രാജ്യങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാനും വിശ്വാസം വളർത്തിയെടുക്കാനും കഴിയുമെങ്കിൽ സാമ്പത്തിക സാധ്യതകൾ വളരെ വലുതാണ്. ന്യൂഡൽഹി ആസ്ഥാനമായുള്ള തിങ്ക് ടാങ്കായ ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷനിലെ ഫെലോ ആയ അന്തർ കോസൽ സിംഗ് വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾ പലപ്പോഴും സാമ്പത്തിക സാധ്യതകളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ വിശ്വാസ പ്രശ്നങ്ങൾ മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും അവർ വ്യക്തമാക്കി. ഇരു രാജ്യങ്ങൾക്കും അവരുടെ ഓപ്ഷനുകൾ പുനഃപരിശോധിക്കാൻ ട്രംപ് ഒരു നല്ല പ്രോത്സാഹനമാണെന്നും അവർ ബ്ലൂംബർഗിനോട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.